ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്ക ഇറാനെ തച്ചു തകർത്തുകൊണ്ടിരിക്കുകയാണെന്നും അധികം വൈകാതെ ഇറാന്റെ കാര്യം തീരുമാനമാകുമെന്ന മട്ടിലൊക്കെയാണ് ചില അമേരിക്കൻ മാധ്യമങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളും കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇറാൻ തീർന്നു, തകർന്നു, ഇല്ലാതായി എന്ന് ഇക്കൂട്ടർ പറയാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 4 മാസത്തിലധികമായി എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കരുത്. പക്ഷെ അതേസമയം അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ട് ഈ യുദ്ധത്തിൽ നിർണായകമായ ഒരു റോളിലേക്ക് ഇറാൻ അല്പസമയം മുമ്പ് വന്നിരിക്കുകയാണ്. ഇറാന്റെ ഞെട്ടിക്കുന്ന ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ എത്തിയിരിക്കുന്നു. അതികഠിനമായ അതിതീവ്രമായ യുദ്ധമുറകളിലൂടെ അമേരിക്കയ്ക്ക് പരമാവധി മുറിവേൽപ്പിക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി അമേരിക്കൻ വിമാനങ്ങളും അമേരിക്കൻ ഡ്രോണുകളും അമേരിക്കൻ കപ്പലുകളും ഒപ്പം അമേരിക്കയുടേതായി എന്തൊക്കെ ഗൾഫ് മേഖലയിലുണ്ടോ അത് മുഴുവൻ തകർക്കുന്ന വിധത്തിലുള്ള ഇതുവരെ കാണാത്ത അതിതീവ്രമായ യുദ്ധമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഇറാന്റെ സൂചന. ഏറിയാൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അമേരിക്കയുടെ എല്ലാ സൈനിക ക്യാമ്പുകളും അതിനുശേഷം അവരുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളും അതിനു പുറമെ എല്ലാ കെട്ടിടങ്ങളും മറ്റ് പ്രാഥമിക സൗകര്യങ്ങളും അടക്കം സകലതും നശിപ്പിച്ചു കളയുമെന്നാണ് IRGC തലവന്മാരിൽ ഒരാളായ മൊഹസിൻ റസ ഇന്നലെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഇത്രയും തീവ്രമായ ചില നിലപാടുകൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ കുറെ കൂടി തീവ്രമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നു തന്നെ പറയാം. ഇതിന് മുന്നോടിയായി ഇറാൻ അവരുടെ അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഒക്കെ അടങ്ങിയ ഇതുവരെ പുറം ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ആയുധ സജ്ജീകരണങ്ങളുള്ള ഇറാന്റെ വിഖ്യാതമായ അണ്ടർഗ്രൗണ്ട് വെപ്പൺ ഹൗസുകൾ, അതായത് ഭൂഗർഭ ആയുധപ്പുരകൾ അല്ലെങ്കിൽ ഭൂഗർഭ മിസൈൽ സിറ്റികൾ ഇപ്പോൾ പ്രവർത്തനക്ഷമമാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. അതായത് ഇറാന്റെ ആയുധപ്പുരകൾ കേന്ദ്രീകരിച്ച്, അവരുടെ ഡ്രോൺ ശേഖരങ്ങൾ കേന്ദ്രീകരിച്ച്, അതുപോലെ തന്നെ അവരുടെ മിസൈൽ കേന്ദ്രങ്ങൾ, മിസൈൽ ലോഞ്ചിങ് പാഡുകൾ കേന്ദ്രീകരിച്ചൊക്കെ നിർണായകമായ പല ആക്രമണങ്ങളും നടത്തുന്നുണ്ട് എന്നാണ് അമേരിക്ക അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായി ഇറാന്റെ വലിയ തോതിലുള്ള ആയുധ ശേഖരം തകർന്നു, അവർക്കിനി തിരിച്ചടിക്കാൻ കഴിയില്ല, അവർ ദയനീയമായി തകർന്നിരിക്കുന്നു എന്ന മട്ടിലാണ് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ വാർത്തകൾ നൽകി കൊടുക്കുന്നത്. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ അവരുടെ ആയുധ ശേഖരം തന്ത്രപരമായി അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റികളിലേക്ക് ഉൾപ്പെടെ മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങളൊന്നും കാര്യമായി ലക്ഷ്യം കണ്ടിരുന്നില്ല. ഇനി അമേരിക്കയ്ക്ക് നേരെയുള്ള ശക്തമായ തിരിച്ചടിയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ശക്തമായ ആക്രമണം നടത്താൻ ഇതുവരെയുള്ള സന്നാഹങ്ങൾ മുഴുവനും പുറത്തെടുക്കേണ്ടി വരും എന്ന നിലയിലേക്ക് ഇറാൻ നിലപാട് സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറാന്റെ അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റികൾ അടക്കം തുറന്നുകൊണ്ട് അതിഭയാനകമായ ആക്രമണങ്ങളിലേക്ക് കടക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇറാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ യുദ്ധത്തിൽ അമേരിക്ക സ്വീകരിക്കുന്ന നെറികേടിനെ കുറിച്ചാണ് ഇറാൻ പറയുന്നത്. അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ എന്നത് ഞങ്ങളുടെ കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും ആശുപത്രികളിലേക്കും ജനവാസ കേന്ദ്രങ്ങളിലേക്കും അടിസ്ഥാന സൗകര്യങ്ങളിലേക്കും ഒക്കെയാണ്. ഇപ്പോൾ അമേരിക്ക അത്തരത്തിൽ യുദ്ധത്തിൽ തോറ്റുപോകുമെന്ന ഭീതി കൊണ്ട് ഇറാന്റെ ജനവാസ കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ച് പരമാവധി ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇറാൻ പറയുന്നത് ഇതുവരെ ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുള്ളത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാത്രമാണ്. അവിടുത്തെ റഡാർ സിസ്റ്റങ്ങൾ, അവിടുത്തെ ഫ്യൂവൽ സെന്ററുകൾ, അതുപോലെ തന്നെ അവരുടെ ആയുധപ്പുരകൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മാത്രമാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത്. പക്ഷേ അവരുടെ ആക്രമണം മറ്റു രീതിയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി വെറുതെ വിടണ്ട എന്ന നിലയിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു. അതായത് ഒരു കംപ്ലീറ്റ് വാർ, പൂർണ്ണമായ യുദ്ധം, ഒന്നും നോക്കാതെയുള്ള അടി. അതാണ് ഇപ്പോൾ IRGCയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രസ്താവന. അതിൻ്റെ അർത്ഥം അമേരിക്ക പറയുന്നത് പോലെ ഇറാന്റെ സന്നാഹങ്ങൾ മുഴുവൻ തീർന്നു, അല്ലെങ്കിൽ ഇറാൻ അവസാനിക്കുന്നു, ഇറാന്റെ ശേഷി ഇല്ലാതാകുന്നു എന്നതൊക്കെ പച്ച നുണയായിരുന്നു എന്നു തന്നെ നമ്മൾ കരുതേണ്ടി വരും. എന്ന് മാത്രമല്ല, ശക്തമായ രീതിയിലുള്ള പ്രത്യാക്രമണത്തിന് ഇറാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇത്രയും കാലം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യുദ്ധം ചെയ്യുന്നതിനിടയിൽ ചർച്ച നടത്തുക. അതായത് ഒരു വശത്ത് വെടിനിർത്തൽ ചർച്ചകൾ പോകുന്നു, മറുവശത്ത് യുദ്ധം കൊണ്ടുപോകുന്നു. ഇതായിരുന്നു അമേരിക്കയുടെ ഒരു രീതി. ഇറാൻ പലപ്പോഴും മധ്യസ്ഥ രാജ്യങ്ങളുടെ സമ്മർദ്ദ ഫലമായി ഇത്തരം നീക്കങ്ങൾക്ക് നിന്നുകൊടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ നയം പരിപൂർണമായി അവസാനിച്ചിരിക്കുകയാണ്. അതായത് ഇനി അങ്ങോട്ട് 2, 3, 4 ദിവസത്തിനുള്ളിൽ അമേരിക്കയ്ക്ക് നേരെ ശക്തമായിട്ടുള്ള പൂർണ്ണ സജ്ജമായ യുദ്ധമായിരിക്കും നടക്കാൻ പോവുക എന്നതാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്.
ആക്രമണത്തിൻ്റെയും നിർമ്മാർജ്ജനത്തിൻ്റെയും ഒരു ഘട്ടത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. അതായത് കംപ്ലീറ്റ്ലി ക്ലിയർ ഔട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വമ്പൻ അറ്റാക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ തന്ത്രം നടപ്പാക്കുകയാണെങ്കിൽ ഒരു പ്രതികാര നടപടിയിൽ മാത്രമായിട്ട് ഞങ്ങൾ നടപ്പാക്കില്ല. IRGCക്ക് തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ഒരു അതിർവരമ്പുകളും തടസ്സമാവുകയില്ല. അതായത് അമേരിക്ക ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇനിയും കയ്യും കെട്ടി സമാധാനം പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ശക്തമായി ഞങ്ങൾ തിരിച്ചടിക്കും. ഞങ്ങളുടെ സൈന്യത്തിന്, ഞങ്ങളുടെ രാജ്യത്തിന് ഒരു സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പോകും എന്ന് തന്നെയാണ് മൊഹ്സിൻ റസ വ്യക്തമായി പറയുന്നത്. ഈ ഒരു പ്രസ്താവന വന്ന് അധികം വൈകാതെ തന്നെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഇറാഖിലേക്ക് ഇറാൻ നടത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയുടെ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വലിയ ഡിപ്പോ ഇറാഖിലുണ്ട്, ഇറാഖിൽ പലയിടങ്ങളിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആയുധ ഡിപ്പോ മുഴുവനായി കത്തിച്ചു കളഞ്ഞു ഇറാൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. 5ഉം 10ഉം ഡ്രോണുകളും മിസൈലുകളും കൂട്ടമായി ഇറാഖിലേക്ക്, ഈ പറയുന്ന അമേരിക്കയുടെ ഡിപ്പോയിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളുടെ തർജ്ജമയായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രഹരശേഷി കൂടിയ അമേരിക്കൻ ആയുധപ്പുരകളും അമേരിക്കൻ ആയുധങ്ങളും ഒറ്റയടിക്ക് ചാമ്പലാക്കാൻ കഴിയുന്ന നിർണായകമായ നിരവധി ആയുധങ്ങൾ ഇപ്പോൾ ഇറാൻ കയ്യിലെടുത്തിരിക്കുന്നു എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും നാൾ മൂടി വെച്ചിരുന്ന ആയുധങ്ങൾ ഒന്നൊന്നായി ഇറാൻ പുറത്തെടുക്കുകയാണ്. ഇറാന്റെ ഭൂഗർഭ മിസൈൽ സിറ്റികൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അവിടങ്ങളിൽ നിന്ന് വ്യാപകമായി ആയുധങ്ങൾ ഇറക്കി കളിക്കുകയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഈ ഭൂഗർഭ സിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭൂഗർഭ മിസൈൽ സിറ്റി എന്ന് പറയുന്നത് വളരെയധികം കവേർഡ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. അതായത് ഒരു തരത്തിലും ഈ പറയുന്ന അമേരിക്കൻ ആയുധങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലമാണ്. അമേരിക്കയ്ക്ക് സ്ഫോടനം നടത്തി ഒറ്റയടിക്ക് തകർക്കാൻ കഴിയാത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലേക്ക് ഒരു ആക്രമണം നടത്തി ഈ ആയുധങ്ങൾ മുഴുവൻ പൂർണ്ണമായി തകർക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പൂർണ്ണമായി വിജയിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇറാൻ ഇപ്പോൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ അത് അമേരിക്കയുടെ ഇന്റർസെപ്റ്റേഴ്സിന് തടയാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാഖിലേക്ക് അമേരിക്ക നടത്തിയ, ഈ ഡിപ്പോയിലേക്ക് നടത്തിയ ആക്രമണങ്ങളുടെ സമാനമായ മറ്റൊരു ആക്രമണം ഇറാഖിലെ തന്നെ എർബിൽ എന്ന് പറയുന്ന പ്രദേശത്തിലേക്ക്, US അവിടുത്തെ ഒരു ബേസിലേക്ക് ഒരു ആക്രമണം നടത്തി. ആ ആക്രമണം തടയാൻ US ഇന്റർസെപ്റ്റേഴ്സ് പരാജയപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ഇറാന്റെ ഏറ്റവും സവിശേഷമായ ഡ്രോണുകൾ അവരുപയോഗിച്ചു. ആ ഡ്രോണുകൾ കണ്ടെത്താനോ അല്ലെങ്കിൽ ആ ഡ്രോണുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഡ്രോണുകളെ തിരിച്ചടിക്കാനോ ഒന്നും അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അമേരിക്ക കൈവശം വെച്ചിരിക്കുന്ന മറ്റൊരു ഭാഗമായ സുലൈമാനിയിൽ ഇതേപോലുള്ള ഒരു ആക്രമണം വീണ്ടും ഉണ്ടായി. അമേരിക്കയുടെ ഒരു ആയുധ ശേഖരത്തിന് നേരെ ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നാണ് പുറത്തു വരുന്ന വാർത്ത. നോർത്തേൺ ഇറാഖിലെ അൽസമാറ പ്രൊവിൻസിലുള്ള മറ്റൊരു റീജിയനിലേക്കും അമേരിക്കൻ ബേസിലേക്ക് ആക്രമണം നടന്നു. അതായത് ഇറാഖിലെ ഏതാണ്ട് 4 പ്രദേശങ്ങളിലേക്ക് ഒരു ആയുധ ഡിപ്പോ, അതുപോലെ തന്നെ മറ്റൊരു സൈനിക കേന്ദ്രം, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആക്രമണങ്ങളൊക്കെ ലക്ഷ്യം കണ്ടു എന്ന് ഇറാൻ അവകാശപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർക്കുന്ന വിധത്തിലുള്ള നിർണായകമായ ആയുധങ്ങൾ ഇറാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇറാഖിലേക്ക് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആയുധങ്ങൾ തുടർച്ചയായി പ്രയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇനി ഗൾഫ് മേഖലയിലേക്ക് കൂടുതലായി പ്രയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ നാശനഷ്ടങ്ങൾ അമേരിക്കൻ കേന്ദ്രങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. എന്ന് മാത്രമല്ല, ഹോർമുസിലേക്കും വലിയ തോതിലുള്ള ആയുധ പ്രയോഗങ്ങൾ ഇറാൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഹോർമുസിലൂടെ പോയ 2 കപ്പലുകൾ ഹോർമുസ് കടന്നതിന് ശേഷം ഇറാൻ പിന്തുടർന്ന് തകർത്തു എന്നാണ് പുറത്തു വരുന്ന വിവരം. അതുപോലെ തന്നെ ഒരു തുള്ളി എണ്ണ പോലും ഇനി സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിലൂടെ അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്കിലൂടെ കടത്തിക്കൊണ്ട് പോകില്ല എന്ന് ഇറാൻ തീർത്തു പറഞ്ഞിരിക്കുന്നു. അമേരിക്ക എന്തൊക്കെ ഉറപ്പുകൾ നൽകിയാലും, എതിലെയൊക്കെ വഴിതിരിച്ചു കൊണ്ടുപോയാലും ആ കപ്പലുകളെ മുഴുവൻ പിന്തുടർന്ന് ആക്രമിക്കും. അമേരിക്കയുടെ ഒരു താല്പര്യവും ഇനി ഈ പറയുന്ന ഹോർമുസിൽ നടപ്പാകില്ല. ഹോർമുസ് പൂർണ്ണമായും ഞങ്ങളുടെ കൈവശമാണ് എന്നു തന്നെ പറഞ്ഞുകൊണ്ട് ഇറാൻ
കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുകയാണ്. അതുപോലെ തന്നെ കുവൈറ്റിലേക്ക് ശക്തമായ ആക്രമണം ഇന്ന് പുലർച്ചെ നടന്നു. ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ കുവൈറ്റിലേക്കാണ് വന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കുവൈറ്റിൻ്റെ പല ഭാഗങ്ങളും അമേരിക്കൻ ബേസുകളുള്ള പലയിടങ്ങളിലും വലിയ തീപിടുത്തങ്ങൾ ഉണ്ടായി എന്നും കുവൈറ്റിലേക്കുള്ള വ്യോമപാത അടച്ചു എന്നുമുള്ള വാർത്തകൾ ഇന്ന് പുലർച്ചയോടെ വന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് ഗൾഫ് മേഖലയിലേക്കും ഇറാഖിലേക്കും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കും ഹോർമൂസിലേക്കും ജോർദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കയുടെ വിമാനത്താവളം അടക്കമുള്ള പ്രദേശങ്ങളിലേക്കുമൊക്കെ നിരന്തരമായ ആക്രമണങ്ങൾ ഇറാൻ നടത്തുന്നു എന്ന് ദൃശ്യങ്ങൾ സഹിതം ഇറാൻ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ബാബൽ മന്ദബ് കടലെടുക്ക് അടയ്ക്കുക, അതുപോലെ തന്നെ ഗൾഫ് മേഖലയിലെ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക, അതുപോലെ ബഹ്റൈൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ 5ാം കപ്പൽപ്പടയിലേക്കടക്കം അതിൻ്റെ ആസ്ഥാനത്തേക്കടക്കം ആക്രമണങ്ങൾ നടത്തുക തുടങ്ങി നിരവധി ലക്ഷ്യങ്ങൾ ഇറാന് മുന്നിൽ ഉണ്ട് എന്ന് നിരവധി വാർത്താ ഏജൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇറാനിയൻ മാധ്യമങ്ങളും അത്തരത്തിൽ വലിയ ആക്രമണങ്ങളുടെ സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ സൗദി അറേബ്യയിലേക്കും ഉടനെ ആക്രമണങ്ങൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതായത് സൗദിയിൽ ചില സൈറനുകൾ മുഴങ്ങിയതായി വാർത്തകൾ വരുന്നു. സൗദി അറേബ്യ റിപ്പോർട്ടഡ് ഫോർ മിസൈൽ ലോഞ്ച് ഫ്രം ഇറാൻ എന്ന രീതിയിൽ പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണാൻ സാധിക്കും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഹൂത്തികൾ സൗദിയുമായി പെട്ടെന്ന് ഒരു ഉടക്കിലേക്ക് വന്നിരുന്നു. ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങിയ ഹൂത്തി സംഘത്തിന് വിമാനം ലാൻഡ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ സന എയർപോർട്ടിലേക്ക് സൗദി അധീനതയിലുള്ള യമൻ സർക്കാർ ആക്രമണം നടത്തിയെന്നും അതിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ അതിൽ പ്രകോപിതരായ ഈ പറയുന്ന ഹൂത്തി സംഘം വലിയ തോതിൽ സൗദിയെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ബഹ്റൈൻ, ജോർദാൻ, കുവൈറ്റ് ഒപ്പം സൗദിയെയും ടാർഗറ്റ് ചെയ്യുന്ന ആക്രമണങ്ങൾ അത് ഇറാൻ നേരിട്ട് നടത്തിയില്ലെങ്കിലും ഹൂത്തി സംഘങ്ങൾ ആ വിധത്തിലുള്ള ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഹൂത്തികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഇറാൻ നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നതുകൊണ്ട് തന്നെ ശക്തമായ ആക്രമണങ്ങൾ സൗദിക്ക് നേരെയും പ്രതീക്ഷിക്കാം. എന്തായാലും മുന്നും പിന്നും നോക്കാതെയുള്ള വലിയ ആക്രമണങ്ങൾ അമേരിക്കയ്ക്ക് നേരെ, ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസുകൾക്ക് നേരെ, ഇറാഖിലേക്ക് ഒക്കെ ഇറാൻ നടത്തുന്നത്, അതായത് ഇറാനിലേക്കുള്ള ആക്രമണങ്ങൾ ശക്തമാക്കുമ്പോൾ സകല ഇടത്തേക്കും തിരിച്ചടിക്കുക. അതായത് ഇറാന്റെ പാലം തകർക്കുന്നു, ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ തകർക്കുന്നു, ഇറാന്റെ ടവർ തകർക്കുന്നു, ഇറാന്റെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നു, ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നു എങ്കിൽ അതുപോലെ തന്നെ ചുറ്റുമുള്ളിടങ്ങളിലേക്കൊക്കെ സമാനമായ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന നിലയിലേക്ക് കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ ഇറാൻ നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇറാനെ പിടിച്ചുകെട്ടി ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്നു തന്നെ പറയേണ്ടി വരും. ഒരു ഒത്തുതീർപ്പോ അല്ലെങ്കിൽ അമേരിക്കയുടെ നിരുപാധികമായ പിന്മാറ്റമോ അല്ലാതെ ഹോർമുസിലൂടെ കപ്പൽ പോകാനും വേറെ വഴിയില്ല, ഈ യുദ്ധം പൂർണ്ണമായി അവസാനിക്കാനും വേറെ വഴിയില്ല. കാരണം പരിപൂർണമായ യുദ്ധത്തിലേക്ക് ഈ ഒരാഴ്ച പിന്നിടുമ്പോൾ കടക്കാൻ പോവുകയാണെന്ന് ഇറാൻ പറഞ്ഞത് അപകടകരമായ മുന്നറിയിപ്പായി തന്നെ വേണം കാണാൻ. പറഞ്ഞതെല്ലാം ചെയ്തു കാണിക്കുന്ന ഇറാനെയാണ് പിന്നീട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.